നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എങ്ങനെയാണ് ഇത്ര ക്ഷമയോട് കൂടി ഇരിക്കാൻ പറ്റുന്നതെന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്കറിയില്ല. എങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് പറയാനുള്ളത് മുഴുവനായും ഞാൻ ക്ഷമയോട് കൂടി കേട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ കയറി ഞാൻ ഒരിക്കലും സംസാരിക്കാറില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കാൻ വരികയാണെന്ന് ഇരിക്കട്ടെ, ഞാൻ അയാൾ പറയുന്നത് മുഴുവനായും കേട്ടതിന് ശേഷം മാത്രമേ മറുപടി പറയാറുള്ളൂ. ഒരിക്കലും ആൾ പറയുന്നതിൻ്റെ ഇടയിൽ കയറി ചാടി കയറി ഒരു മറുപടിയും പറയാറില്ല. അത് മുഴുവനായി കേട്ട് അതൊന്ന് വിലയിരുത്തി ഒരു 1-2 സെക്കൻഡ് ടൈം എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ അതിന് മറുപടി പറയാറുള്ളൂ. അതുപോലെ തന്നെ ഇനിയൊരു കാര്യം, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ശരി, അത് നമ്മൾ ഇടപെടാത്ത ഒരു സംഭവമാണെങ്കിൽ ആ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഞാനൊരു മറുപടിയും പറയാറില്ല. അത് ചുമ്മാ കേൾക്കും എന്നല്ലാതെ നമ്മളെ ബാധിക്കാത്തിടത്തോളം കാലം അതിൽ ഒരു മറുപടിയും പറയേണ്ട എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ ഇതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. ഇപ്പം പറഞ്ഞു വരുമ്പോൾ നമ്മുടെ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിനോട് നമ്മൾ സംസാരിക്കുമ്പം ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കും. പക്ഷേ വളരെ ക്ലോസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള പ്രായമേറിയ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചുമ്മാ അങ്ങ് കണ്ണടച്ച് ഒഴിഞ്ഞു മാറാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവരുടെ വാക്കുകൾ മേ ബി നമ്മളെ ദേഷ്യം പിടിപ്പിച്ചെന്ന് വരാം. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ അവർ ഇങ്ങനെ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ മനസ്സിൽ ഒന്ന് കുറിക്കുക. അതായത് ചാടിക്കേറി ഒന്നിനും മറുപടി പറയേണ്ട, അല്ലെങ്കിൽ അവർ പ്രകോപിതമാക്കുന്ന വാക്കുകൾ സംസാരിച്ചേക്കാം, നമ്മൾ ഉടനെ തന്നെ മറുപടി പറയേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ അവരോട് സംസാരിച്ചാൽ ഒരു പരിധി വരെ നമ്മുടെ ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ പല പല തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരാണ്. ഗവൺമെൻറ് ജോലി, പ്രൈവറ്റ് ജോലി, IT സെക്ടർ, പ്രൈവറ്റ് ജോലി, ഇതുപോലത്തെ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള പല ജോലിയിടങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലധികാരികളിൽ നിന്നും ദേഷ്യപ്പെട്ടിട്ടുള്ള വാക്കുകൾ നേരിടേണ്ടി വന്നേക്കാം, അല്ലേ? ഇപ്പം നിങ്ങളുടെ ബോസ് നിങ്ങളുടെ ജോലി പറഞ്ഞ സമയത്തിന് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലോ, നിങ്ങൾ ചെയ്ത ജോലിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ, ഡിലേ വരുത്തിയാലോ ഒക്കെ നിങ്ങളുടെ ബോസ് നിങ്ങളോട് ചൂടായെന്ന് വരാം, അല്ലേ? സോ ഇത്തരം സമയത്ത് നിങ്ങൾ അതേ ഒരു വൈബിൽ തിരിച്ച് അവരോട് സംസാരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറ്റു ചില സന്ദർഭങ്ങൾ, ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ പുറമെ പോകുന്ന ആളായിരിക്കും, ഒരുപാട് ഇപ്പോൾ ജോലിക്ക് പോകുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ഷോപ്പിൽ പോകുന്ന സമയങ്ങളിലോ ഒക്കെ ഒരുപാട് തവണ ദിവസത്തിൽ പുറത്തു പോകുന്ന ആളായിരിക്കും. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുമായി ചിലപ്പോൾ ചില സ്വരച്ചേർച്ചകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെ? ഇപ്പോൾ ഉദാഹരണത്തിന് സൂപ്പർ മാർക്കറ്റിൽ പോയി വല്ല സാധനങ്ങൾ വാങ്ങി അതിൻ്റെ പേരിൽ എന്തെങ്കിലും വാക്തർക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ബസ്സിൽ കയറി കണ്ടക്ടറുമായി വാക്തർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സീറ്റിൻ്റെ പേരിൽ ആളുകളോട് ഒരു സംസാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഉറപ്പായും ഒരു നോർമൽ പേഴ്സൺ എന്ന് പറയുന്നത് ശബ്ദം ഓട്ടോമാറ്റിക്കായി ഉയർന്നു വരാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളാണ്. അപ്പം ഇത്തരം സന്ദർഭങ്ങളെ മുൻകൂട്ടി കണ്ട് നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കുക, എന്തൊക്കെ തന്നെ വന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ശബ്ദം ഉയർന്ന് പോകാൻ പാടില്ല എന്ന് മനസ്സിലുറപ്പിക്കുക. പക്ഷേ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും പ്രതികരിക്കേണ്ട എന്ന് അർത്ഥമാക്കുന്നില്ല. ഉറപ്പായും നിങ്ങൾ പ്രതികരിക്കണം. അതിന് വേണ്ടിയ രീതിയിൽ പതിഞ്ഞ താളത്തിൽ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. അല്ലാതെ പൊതുസ്ഥലങ്ങളിൽ നിങ്ങൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ മനസ്സിനും ഒരു ഡിസ്റ്റർബൻസ് ആകും. മാത്രമല്ല ചുറ്റുമുള്ള ആളുകൾ കൂടി അത് അനാവശ്യമായ ഒരു ചർച്ചയ്ക്ക് ഇടവെക്കാൻ സാധ്യതയുണ്ട്. സോ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരു സംയമനം പാലിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ എങ്ങനെ ക്ഷമയെ മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യം. അതായത് ഉറപ്പായിട്ടും വാക്തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരിടം. അതിപ്പം എത്ര ക്ഷമയുള്ള ഒരാളാണെങ്കിൽ പോലും ഒരുപാട് വാക്തർക്കങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ഏരിയയാണ് നമ്മുടെ പേഴ്സണൽ ഇടം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് വൈഫ്, കുട്ടികൾ, നമ്മുടെ അച്ഛൻ, അമ്മ, സോ ഉറപ്പായും നമുക്ക് ഒരു വഴക്കുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഇടമാണ് നമ്മുടെ ഫാമിലി ഏരിയ എന്ന് പറയുന്നത്. ഇപ്പം ഫാമിലിയിലെ ഒരാൾ അല്പം ദേഷ്യത്തിൽ സംസാരിച്ച്, മേ ബി ഇപ്പം നമ്മളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കില്ല അവർ സംസാരിക്കുന്നത്, മേ ബി അവരുടെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷനുകളോ അതൊക്കെ കാരണമായിരിക്കും അവർ നമ്മളോട് ഇച്ചിരി ദേഷ്യത്തിൽ സംസാരിച്ചെന്നിരിക്കട്ടെ. നമ്മളും അതേപടി സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ അതൊരു മനസ്സിന് ഡിസ്റ്റർബൻസ്, ഒരു താളം തെറ്റിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട്
നമ്മൾ പവർ സംസാരിച്ചാൽ ഇച്ചിരി ദേഷ്യം സംസാരിച്ചാൽ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളല്ലേ നമ്മൾ അല്പം താഴ്ന്നു നിന്ന് സംസാരിക്കുന്നത് വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ ശരി, ഇപ്പോൾ അവർ പല കാര്യങ്ങളിലും വന്ന് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ വളരെയധികം വഴക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്യാറുണ്ടല്ലേ. അപ്പൊ നമ്മൾ അതേ ഒരു ദേഷ്യത്തിൽ നമ്മൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആ കുട്ടികളുടെയും മനസ്സിനെ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഓക്കെ, കുട്ടികളാണ്, ഉറപ്പായിട്ടും വഴക്കും ഇതൊക്കെ ഉണ്ടാകും, അല്ലാതെ ഒരു കുട്ടികളാവില്ലല്ലോ. അപ്പം അത്തരം സന്ദർഭങ്ങൾ നമ്മൾ പരമാവധി ഒരു ക്ഷമിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നതായിരിക്കും വളരെ നല്ലൊരു കാര്യം എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കുറിച്ചാണ്. അതായത് എല്ലാ ആളുകൾക്കും ഓരോരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിലും ജോലിയുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നതിൻ്റെ കാര്യമാണെങ്കിലും ഇത് പല ആളുകൾക്കും പല പല ലക്ഷ്യങ്ങളായിരിക്കും. എന്നാൽ ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നേടാൻ പറ്റുന്നതല്ല എന്ന് നിങ്ങൾ ഉറപ്പായും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ ഒരു ലക്ഷ്യം വെക്കുന്നു, അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞൊന്നും വരില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്ത് കാര്യത്തിനും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നേടാൻ പറ്റുന്നതല്ല എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് പടിപടിയായി ക്ഷമയോടുകൂടി ലക്ഷ്യത്തിലോട്ട് മുന്നേറാൻ നിങ്ങൾക്ക് കഴിയണം. ഡിസിപ്ലിനാണ് നിങ്ങളിപ്പം ഏതൊരു ലക്ഷ്യത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം ഡിസിപ്ലിൻ ആൻഡ് ക്ഷമ ആണ്. അതുകൊണ്ട് ക്ഷമയോടുകൂടി നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഉറപ്പായും നിങ്ങളുടെ ലക്ഷ്യം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ എപ്പോഴും എൻ്റെ മനസമാധാനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് ഉള്ളൊരു ആയുധമായിട്ടാണ് ഞാൻ ഈ ക്ഷമയെ ഉപയോഗപ്പെടുത്തുന്നത്. അതായത് ഇപ്പം ആളുകളൊക്കെ ഞാൻ ക്ഷമയുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്കും ഒരു ഓക്കെ പോയിന്റുകളാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.